പ്രസവരക്ഷയിൽ ചെയ്യാൻ പാടില്ലാത്ത 2 കാര്യങ്ങൾ പറയാം. പ്രസവരക്ഷ ചെയ്ത പലരും കംപ്ലൈന്റ് പറയുന്ന ഒരു കാര്യമാണിത്. ഒന്നാമത്, നമ്മൾ ഭയങ്കര തിളച്ച വെള്ളം വയറിലേക്ക് പലരും ഒഴിക്കാറുണ്ട്. ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഇങ്ങനെ ഒഴിച്ചാലാണ് വയറ് കുറയുള്ളൂ എന്നുള്ളൊരു തെറ്റിദ്ധാരണയാണത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാവുന്ന രീതിയിൽ ചൂടുള്ള വെള്ളം മാത്രം ഒഴിക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ തിളച്ച വെള്ളമൊക്കെ നമ്മൾ ഒഴിച്ച് കഴിഞ്ഞാൽ പലർക്കും ബ്ലിസ്റ്റേഴ്സ്, അതായത് ഇങ്ങനെ ഈ ശരീരത്തിൽ മൊത്തം കൊമള പോലെയും സ്റ്റിച്ച് പഴുക്കുക, ഇങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് ഒക്കെ കാണാറുണ്ട്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് എത്രത്തോളം ചൂട് സഹിക്കാൻ പറ്റുമോ ആ രീതിയിലുള്ള വെള്ളം വെച്ചാണ് പ്രസവരക്ഷയുടെ കുളി ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, പലരും വെള്ളം കുടിക്കാൻ കൊടുക്കാറേ ഇല്ല പ്രസവം കഴിഞ്ഞിട്ട്. പണ്ട് കാലത്ത് അങ്ങനെ ഒരു രീതിയൊക്കെ ഫോളോ ചെയ്തിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആഫ്റ്റർ ഡെലിവറി നമ്മുടെ വാതദോഷം വളരെ കൂടിയിരിക്കുകയാണ്, നമ്മുടെ ഡൈജഷനൊക്കെ കുറച്ച് കുറവാണ്, നമ്മുടെ ശരീരം ഇളയതായി എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ ഒത്തിരി വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ അഗ്നിബലം കുറയുന്നൊക്കെ കൊണ്ടായിരിക്കും പണ്ട് കാലത്ത് അങ്ങനെ പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോൾ കാലാവസ്ഥ മാറി, നമ്മുടെ ഭക്ഷണ രീതിയും ശരീരപ്രകൃതവും ഒക്കെ മാറ്റം വന്നു. അപ്പൊ ഇപ്പൊ നമുക്ക് ആവശ്യമുള്ള അളവിൽ വെള്ളം കുടിക്കാവുന്നതാണ്. ധാരാളം വെള്ളം കുടിക്കേണ്ട, നമ്മുടെ ദാഹത്തിനനുസരിച്ചിട്ട് വെള്ളം കുടിക്കാവുന്നതാണ്. അപ്പൊ ഈ ഒരു 2 കാര്യങ്ങൾ പ്രസവരക്ഷ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്.